Blood coagulation. Blood coagulation means clotting of blood ആണ്, and it is the conversion of fluid part of the blood to a thick jelly. ബ്ലഡിൻ്റെ ഫ്ലൂയിഡ് പാർട്ട് ഒരു തിക്ക് ജെല്ലി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്, വിച്ച് ഈസ് കോൾഡ് എ ക്ലോട്ട് ഓർ ത്രോംബസ്. നോർമലി ക്ലോട്ടിംഗ് നടക്കുന്നത് ഇഞ്ചുറീസിൽ നിന്നോ വൂൺസിൽ നിന്നോ ബ്ലഡ് പുറത്തേക്ക് വരുമ്പോഴാണ്. ക്ലോട്ട് എന്ന് പറയുന്നത് ഒരു സോളിഡ് ഫോം ആണ്. സോ ബ്രോക്കൺ ടിപ്സിൽ ബ്ലഡ് വെസൽസിൽ ഈ സോളിഡ് ക്ലോട്ട് വന്നിട്ട് അത് സീൽ ചെയ്യും. ദെൻ ഇറ്റ് പ്രിവെൻറ്റ്സ് ദ ഫർദർ ബ്ലീഡിങ്. അങ്ങനെ ലോസ് ഓഫ് ബ്ലഡ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇഞ്ചുറീസിൽ നിന്നോ വൂൺസിൽ നിന്നോ ഒരുപാട് ബ്ലഡ് ലോസ് ആയി പോവാതിരിക്കാനുള്ള ഒരു മേജർ കെമിക്കൽ ഡിഫൻസ് ആണ് കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്. ക്ലോട്ടിൽ നിന്നും ഊസ് ഔട്ട് ചെയ്ത് വരുന്ന യെല്ലോയിഷ് കളേർഡ് ഫ്ലൂയിഡിനെയാണ് സെറം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സിംപ്ലി ബ്ലഡ് പ്ലാസ്മ ഡിവോയ്ഡ് ഓഫ് ക്ലോട്ടിംഗ് പ്രോട്ടീൻസ്. ക്ലോട്ടിംഗ് പ്രോട്ടീൻസ് ഇല്ലാത്ത ബ്ലഡ് പ്ലാസ്മേനെയാണ് സിറം എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, അബൌട്ട് കൊയാഗുലേഷൻ ഫാക്ടേഴ്സ്. ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബയോകെമിക്കൽ ഏജൻസ് വേണം. ദേ ആർ നോൺ ആസ് കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, ആൻഡ് ദേ ഇൻക്ലൂഡ് 12 plasma coagulation factors, 4 platelet coagulation factors, and a tissue coagulation factor. First, about plasma coagulation factors. First one is fibrinogen. Fibrinogen liverലാണ് synthesize ചെയ്യുന്നത്. Then ബ്ലഡ് കോയാഗുലേഷൻ്റെ സ്റ്റേജ് 3ൽ ഫൈബ്രിൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫൈബ്രിനോജൻ. ആൻഡ് പ്ലാസ്മയിൽ നിന്ന് ഫൈബ്രിനോജൻ റിമൂവ് ചെയ്യുമ്പോഴാണ് ഇറ്റ് ഈസ് കോൾഡ് സെറം. ആൻഡ് നെക്സ്റ്റ് ഫാക്ടർ ഈസ് പ്രോത്രോംബിൻ. പ്രോത്രോംബിൻ ഈസ് ഓൾസോ സിന്തസൈസ്ഡ് ഇൻ ലിവർ. ആൻഡ് പ്രോത്രോംബിൻ ഫോം ചെയ്യാനായിട്ട് വൈറ്റമിൻ കെ വേണം. ദെൻ ത്രോംബിൻ ഫോം ചെയ്യാനായിട്ട് ബ്ലഡ് കൊയാഗുലേഷൻ്റെ സ്റ്റേജ് 3ൽ ആവശ്യമാണ് പ്രോത്രോംബിൻ. ആൻഡ് നെക്സ്റ്റ് പ്ലാസ്മ ഫാക്ടർ ഈസ് ത്രോംബോപ്ലാസ്റ്റിൻ ഓർ ടിഷ്യൂ ഫാക്ടർ. ഡാമേജ്ഡ് ടിഷ്യൂസിൽ നിന്നും ബ്രോക്കൺ പ്ലേറ്റ്ലെറ്റ്സിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്നതാണ് ത്രോംബോപ്ലാസ്റ്റിൻ. ബ്ലഡ് കൊയാഗുലേഷന് 2 പാത്വേസ് ഉണ്ട്, ആൻഡ് ദേ ആർ എക്സ്ട്രിൻസിക് ആൻഡ് ഇൻട്രിൻസിക് പാത്വേ. എക്സ്ട്രിൻസിക് ആൻഡ് ഇൻട്രിൻസിക് പാത്വേയിൽ സ്റ്റേജ് 2ൽ ത്രോംബിൻ ഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ത്രോംബോപ്ലാസ്റ്റിൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കാൽഷ്യം അയോൺസ്. എക്സ്ട്രിൻസിക് ആൻഡ് ഇൻട്രിൻസിക് പാത്വേയിൽ എല്ലാ 3 സ്റ്റേജസിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് കാൽഷ്യം അയോൺസ്. കാൽഷ്യം അയോൺസ് ഇല്ലെങ്കിൽ കൊയാഗുലേഷൻ നടക്കില്ല. ആൻഡ് നെക്സ്റ്റ് പ്ലാസ്മ ഫാക്ടർ ഈസ് ലേബൈൽ ഫാക്ടർ, ഓൾസോ കോൾഡ് പ്രോ ആക്സിലറിൻ ഓർ ആക്സിലേറ്റർ ഗ്ലോബുലിൻ. ഇറ്റ് ഈസ് സിന്തസൈസ്ഡ് ഇൻ ലിവർ. ദെൻ എക്സ്ട്രിൻസിക് ആൻഡ് ഇൻട്രിൻസിക് പാത്വേയിൽ സ്റ്റേജ് 1 and 2ലാണ് ലേബൈൽ ഫാക്ടർ എസെൻഷ്യൽ ആയിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഫാക്ടർ ഈസ് ആക്സിലറിൻ. Its function is unknown. Then next factor, stable factor or pro-convertin or serum prothrombin conversion accelerator or SPCA. It is synthesized in liver. Stable factor form ചെയ്യാനായിട്ട് വൈറ്റമിൻ കെ വേണം. ദെൻ എക്സ്ട്രിൻസിക് പാത്വേയിൽ സ്റ്റേജ് 3ലാണ് സ്റ്റേബിൾ ഫാക്ടർ റിക്വയർഡ് ആയിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഫാക്ടർ ഈസ് ആൻറ്റി ഹീമോഫിലിക് ഫാക്ടർ എ or anti-hemophilic globulin, AHFA or AHG. It is also synthesized in liver. Intrinsic pathway stage 1ലാണ് anti-hemophilic factor A required ആയിട്ടുള്ളത്. Then anti-hemophilic factor Aയുടെ deficiency hemophilia A cause ചെയ്യും. Then 9th factor ആണ് Christmas factor or plasma thromboplastin component PTC or anti-hemophilic factor B. It is synthesized in liver. Then its formation requires vitamin K. Intrinsic pathway stage 1ലാണ് ഇവരെ വേണ്ടത്, and its deficiency causes hemophilia B or Christmas disease. Then 10th plasma coagulation factor ആണ് Stewart factor or Stewart-Prower factor. It is synthesized in liver and its formation requires vitamin K. Extrinsic and intrinsic pathway stage 1ലും 2ലും essential ആണ് Stewart factor. And its deficiency causes bleeding in nose, joints and soft tissues. Factor 11 is plasma thromboplastin antecedent PTA or
anti-hemophilic factor C, that is AHFC. It is synthesized in liver and it is required for the stage 1 of intrinsic pathway, and its deficiency causes hemophilia C. Next, 12th factor is Hageman factor or glass factor. It is required for stage 1 of intrinsic pathway. Then factor 13, fibrin stabilizing factor or Lackey-Laurent factor, FSF or LLF. It is required for stage 3 of both extrinsic and intrinsic pathway for stabilizing fibrin threads. Next, about platelet coagulation factor. First one, platelet factor 1 or platelet accelerator. Plasma coagulation factor 5, that is labile factor അതേപോലെ തന്നെയാണ് platelet factor 1, which is required in the stage 1 of intrinsic pathway. And next one is platelet factor 2 or thrombin accelerator. It is required in the stage 1 of intrinsic pathway. Thrombin formation accelerate ചെയ്യുന്ന factor ആണ് platelet factor 2. And it also accelerates the conversion of fibrinogen to fibrin. Next factor is platelet factor 3 or platelet thromboplastic factor. It is required for stage 1 of intrinsic pathway. And the last factor is platelet factor 4. Intrinsic pathway stage 1 platelet factor 4 വേണ്ടത്. ഇത് ആൻറ്റികോയാഗുലൻ്റ് ആയിട്ടുള്ള ഹെപ്പാരിനായിട്ട് ബൈൻഡ് ചെയ്യും ക്ലോട്ടിങ്ങിൻ്റെ സമയത്ത്. So this is all about the coagulation factors, that is plasma coagulation factors and platelet coagulation factors.